+2 കഴിഞ്ഞ് ബികോമിന് ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത്? ബികോം ഫിനാൻസ് ആണോ, കോർപ്പറേഷൻ ആണോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണോ? ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അഥവാ ബികോം എന്ന കോഴ്സിന്റെ പ്രത്യേകത 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് UG പ്രോഗ്രാം എന്നത് മാത്രമല്ല, മറിച്ച് ഫിനാൻഷ്യൽ സെക്ടറിലേക്കോ കൊമേഴ്സ് എക്സ്പെക്റ്റിലേക്കോ കുട്ടികളെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു പ്രധാന എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നതുകൂടിയാണ്. +2 കൊമേഴ്സ് എടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് ബികോം എന്ന് പറയുന്നത്. സാധാരണ സയൻസ് എടുത്തതിന് ശേഷവും വിദ്യാർത്ഥികൾ ബികോമിലേക്ക് തിരിയാറുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഷാജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അഥവാ ബികോമിലെ കോർപ്പറേഷനെ പറ്റിയാണ്. ബികോം ഫിനാൻസിനെ പറ്റി മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് അഥവാ ബികോമിലെ കോർപ്പറേഷൻ എന്താണ്, ഇതിന്റെ അഡ്മിഷൻ എങ്ങനെയാണ്, ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ജോലി സാധ്യതകളും സാലറിയും എങ്ങനെയായിരിക്കും, ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അസോസിയേറ്റീവ് എന്റർപ്രൈസിന്റെയും അണ്ടറിൽ ജോലി കിട്ടാനായിട്ട് ഏറ്റവും ഉചിതം ബികോം കോർപ്പറേഷൻ എടുക്കുക തന്നെയാണ്. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾക്ക് കോർപ്പറേറ്റീവ് ഫീൽഡിലോട്ടൊക്കെ വർക്ക് ചെയ്യാനാണ് പോകാനാണ് ആഗ്രഹമെങ്കിൽ നല്ലൊരു എൻട്രി തന്നെയായിരിക്കും ബികോം കോർപ്പറേറ്റീവിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. മാത്രമല്ല PSC ഒക്കെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇട്ട് കണ്ടിട്ടുള്ളതും ബികോം കോർപ്പറേറ്റീവുകാർക്കാണ്. അതുകൊണ്ട് തന്നെ ബികോം ഫിനാൻസ് എടുക്കുന്നതിലും നല്ലത് ബികോം കോർപ്പറേഷൻ ആയിരിക്കുമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ബികോം ഫിനാൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കോർപ്പറേറ്റീവ് ഫീൽഡിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് എലക്റ്റീവ് കോർപ്പറേഷൻ എന്നൊരു പേപ്പർ കൂടി പഠിച്ചെടുക്കണം. അതല്ലെങ്കിൽ HDC 1 ഇയർ കോഴ്സാണ്. അതുകൂടി ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ബികോംകാർക്ക് ഈ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുക. ബികോം കോർപ്പറേഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കേണ്ടി വരുന്നില്ല. അതാണ് ഡയറക്റ്റ് എൻട്രി എന്ന് പറയാൻ കാരണം. ബികോം കോർപ്പറേഷന് അഡ്മിഷൻ നേടാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് +2 മിനിമം 50% മാർക്കോടെയെങ്കിലും പാസ്സായിരിക്കുക എന്നത് മാത്രമാണ്. +2 അതല്ലെങ്കിൽ അതിനു തുല്യമായ NIOS പാസ്സായാൽ മാത്രം മതിയാകും. ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിച്ചവർക്ക് ആർക്കും ബികോം പഠിക്കാൻ പറ്റും. അതിപ്പോൾ വൊക്കേഷണൽ ആണെങ്കിൽ പോലും ബികോമിന് യോഗ്യതരാണ്. വാണിജ്യ മേഖലയിലെ ബിരുദ പഠനമായ ഈ കോഴ്സിൽ അക്കൗണ്ടിംഗ്, എക്കണോമിക്സ്, ഫിനാൻസ്, ടാക്സേഷൻ, ഇൻഷുറൻസ്, ബാങ്കിംഗ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സഹകരണ മേഖലയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ചും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. കോർപ്പറേറ്റീവ് ഫിനാൻസ്, കോർപ്പറേറ്റീവ് ബാങ്കിംഗ് എന്നിവയുടെ ആശയങ്ങളും ചരിത്രങ്ങളും വിശദമായി പഠിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണിത്. മാത്രമല്ല ഈ കോഴ്സിൽ കോർപ്പറേറ്റീവ് ഓഡിറ്റിംഗ്, കോർപ്പറേറ്റീവ് മാനേജ്മെന്റ്, കോർപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. കൂടാതെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷനും കോർപ്പറേറ്റീവ് മാനേജ്മെന്റും കോർപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷനും കോർപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറയാം. ബികോം കോർപ്പറേറ്റീവ് പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിംഗ്, ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി, ഇൻഷുറൻസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ടീച്ചിംഗ്, അഡ്വർടൈസിംഗ് ആൻഡ് മീഡിയ, കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നീ മേഖലകളിലും മറ്റു ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തൊഴിൽ നേടാൻ സാധിക്കും. കേരളത്തിലെ പല കോളേജുകളിലും ഏകദേശം 2.5 ലക്ഷം തൊട്ട് 3.25 ലക്ഷം വരെയാണ് 3 വർഷത്തേക്ക് ബികോമിന് വരുന്ന പഠന ചെലവെന്ന് പറയുന്നത്. ബാംഗ്ലൂർ ഭാഗത്തേക്ക് നോക്കിയാലും 3 ലക്ഷത്തിന് പുറത്താണ്, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലൊക്കെ ആയിട്ടാണ് ബികോമിന് പഠന ചെലവ് വരിക. തീർച്ചയായും ബികോം കോർപ്പറേഷൻ കോഴ്സിന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക, ബാംഗ്ലൂർ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും 8072918097 എന്ന എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ബികോം അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. നന്ദി.